ഏകസ്വരമിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം. യുദ്ധമാണ് വിഷയം. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണല്ലോ. യുദ്ധമല്ല, സമാധാനമാണ് ലോകത്തിനാവശ്യം. മധ്യേഷ്യയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മാർപ്പാപ്പ. ഇത് കേട്ടാൽ മാർപ്പാപ്പ ഈ ലോകജനങ്ങളെ പൊട്ടം കളിപ്പിക്കുകയാണോ എന്ന് സംശയം തോന്നിപ്പോകുന്നു. ആദ്യ പോപ്പ് മുതൽ ഇന്നുവരെയും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വേണം കരുതുവാൻ. എല്ലാ ചിന്തകളും ബുദ്ധിയും അവനവനു വേണ്ടിയും അവനവൻ്റെ മതത്തിനു വേണ്ടിയും മാത്രം ഉപയോഗിച്ചിരുന്നവരായിരുന്നു എന്ന് മതമേലധ്യക്ഷന്മാർ. ഈ യുദ്ധത്തിന് മുന്നോടിയായി രണ്ട് ഉന്നതന്മാർ ലോക ക്രിസ്ത്യാനികളെ ഓർമ്മപ്പെടുത്തും പോലെ നടത്തിയ അപായ സൂചനയായി ഏകദൈവമാണ് വേണ്ടതെന്ന് തറപ്പിച്ച് പറയുന്നു. അടുത്തടുപ്പിച്ച ദിവസങ്ങളിൽ ട്രംപും പോപ്പുമായിരുന്നു ഈ വിഷയങ്ങളുടെ അവതാരകർ. ചില സന്ദേശങ്ങൾക്ക് ആന്തരികാർത്ഥങ്ങളും രഹസ്യാത്മകതയും ഉണ്ട്. ഇസ്ലാമിസം അപായകരമായി വളർന്നതിൻ്റെ കാരണമായി പോപ്പും ട്രംപും ചിന്തിച്ചെടുത്തത് ത്രിയേക ദൈവ സങ്കല്പത്തിൽ നിന്നും മാറി ഏകദൈവമായ ക്രിസ്തുവിൽ മാത്രം വിശ്വാസമർപ്പിക്കുവാനുള്ള ആഹ്വാനമാണ്. ഈ വിഡ്ഢിത്ത ചിന്തകൾക്ക് ആധാരം ഏകദൈവ ചിന്തകൾ കൊണ്ട് മാത്രം നടക്കുന്ന ഇസ്ലാമിസത്തോടുള്ള ഭയത്തിൽ നിന്നും ഉടലെടുത്തതാണ്. പക്ഷെ എന്തു പറയാൻ, ക്രിസ്ത്യാനിസത്തെ ആശയപരമായി നിസാരവൽക്കരിക്കാൻ മാത്രമാണ് മറിയത്തെയും ക്രിസ്തുവിനെയും ഒരുപോലെ ആരാധിക്കുന്നതിൽ നിന്നും മറിയത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് 2026 ബൈബിളിനെ തിരുത്തൽ വിധേയമാക്കുന്നത്. ഏകദൈവമായി ക്രിസ്തു മാത്രം മതി എന്ന ആശയത്തെ പുനർസൃഷ്ടിക്കുകയാണ് പോപ്പ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ട്രംപും അങ്ങനെ തന്നെ ബൈബിൾ ലേഖനങ്ങളിലെ കൊരിന്ത്യർ ആശയങ്ങളുടെ ഉദ്ധരണികൾ എടുത്തു വായിച്ചുകൊണ്ട് പറയുകയും ചെയ്തിരിക്കുന്നു. മതവും തമ്മിലുള്ള വൈജാത്യങ്ങളെ കാലാകാലങ്ങളിൽ ഉദ്ധരണികളിലൂടെ വിശ്വാസികളെ ഉണർത്തുകയും പൗരാണികവും ജീർണിക്കപ്പെട്ടതുമായ ആശയങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അടിയന്തിരമായ ഒരു കൂട്ടക്കൊലയ്ക്കുള്ള മുൻകൂർ ജാമ്യത്തെയാണ്. മാനവ സംസ്കരിക്കലിൻ്റെ വളർച്ചാതോത് നിർണയിക്കപ്പെടുന്നത് മനുഷ്യ ജീവിതത്തിൽ ലാളിത്യം അനുഭവിക്കാൻ തക്കവണ്ണം അക്രമമില്ലാത്ത ദൂഷ്യഫലങ്ങളില്ലാത്ത അനുഭവങ്ങളിന്മേലുള്ള ജീവിതക്രമം നമുക്ക് കാണുവാൻ ലഭിക്കുമ്പോഴാണ്. അതിവിടെ കാണുന്നില്ല. അത് തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു ന്യൂസ് നമുക്ക് നോക്കാം. ഇറാനിൽ നിന്നും ലോക മുസ്ലിങ്ങൾക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നു. ഇറാനിലെ അലി ലാരിജാനി എന്ന സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ലോക മുസ്ലിങ്ങൾ ഒത്തുചേരണം എന്നായിരുന്നു. ഈ കത്തിലെ ആഹ്വാനം ഏതൊരു രാജ്യമാകട്ടെ, മുസ്ലിമാണോ, നിങ്ങൾ മുസ്ലിം രാജ്യങ്ങളുടെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിന്നും പിന്നോക്കം പോകും. ഇത്തരത്തിലുള്ള അർത്ഥമാണ് ആ കത്തിലെ വാക്പ്രയോഗങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത്. ഇടയിലൊരു കാര്യം പറയട്ടെ. ഈ ന്യൂസ് വന്നതിന് ശേഷം എഴുതി തുടങ്ങിയ ഈ വീഡിയോ പൂർത്തീകരിക്കുന്നതിന് മുൻപ് 17-ന് ഇന്നലെ മറ്റൊരു ന്യൂസിൽ കേൾക്കാൻ കഴിഞ്ഞത് അലി ലാരിജാനി മരണപ്പെട്ടു എന്നാണ്. സ്ഥിരീകരിക്കാത്ത വാർത്തയാണെന്നും പറയുന്നു. മേൽപ്പറഞ്ഞ ഒരു കത്തെഴുതിയതിൻ്റെ പേരിലുള്ള പ്രകോപനമാണോ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള അകാല വിയോഗത്തിൻ്റെ കാരണം എന്ന് നാം അറിയുന്നില്ല. അത്തരം ന്യൂസുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇന്ന് അനവധി തലങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ സുപ്രധാനമായും പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഒന്ന് ഇസ്ലാമിക ഭീകരതയാണ്. പിന്നെ പറയുന്നത് ന്യൂക്ലിയർ വെപ്പണെ കുറിച്ചാണ്. ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. എന്ന് പറഞ്ഞാൽ എണ്ണയാണ്
ഈ ലാസ്റ്റ് വിഷയത്തിൽ പൊക്കിപ്പിടിച്ച് കാണിക്കുന്നത്. അങ്ങനെ 1, 2, 3 തലങ്ങളിൽ നിന്ന് തോന്നിപ്പോകുന്ന യുദ്ധമാണ് നാം കാണുന്നത്. സഖ്യകക്ഷികളെ വിളിച്ച് നേരിട്ടിടപെടാൻ ട്രംപ് ആജ്ഞാപിക്കുന്നു. യുദ്ധം കൈവിട്ടു പോയെന്ന് അർത്ഥം. ഓരോ യുദ്ധങ്ങളും ലോക മനുഷ്യരെ വിഭജിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോക മനുഷ്യരെയും അവരുടെ സ്വത്വബോധത്തെയും ആ ബോധം സൃഷ്ടിച്ച സ്വർഗസങ്കല്പങ്ങളെയും മറ്റ് ജീവനോപാധികളെയും തച്ച് തകർക്കുന്ന എല്ലാവിധ യുദ്ധങ്ങളും ഇനി നാളെയും ഭീകരമായി തുടരുക തന്നെ ചെയ്യും. ഈ യുദ്ധം ഉടനെയൊന്നും അവസാനിക്കുന്ന ലക്ഷണമില്ല എന്ന് വ്യത്യസ്തൻ. നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് എന്നപേക്ഷിക്കുന്നു.